അക്ക് തോഴാൻ പണിയാത്ര മറച്ചണ്ടാ അങ്ങനെ കണ്ടാ ലേക്കിലിങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു കിടക്കുന്നേ. അതിനൊന്ന് പറഞ്ഞടാ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ അനുഭവം. ആദ്യമായിട്ട് ഞാൻ തോയാന്ന് പോകുന്നത്. മുമ്പ് മറ്റേ ചവിട്ടുന്നത് മാത്രമേ ചവിട്ടിയിട്ടില്ല. ഇപ്പൊ നല്ല സുഖമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ പൂക്കോട്ട് ലേക്കിൽ പോകേണ്ട വഴിയിലാണുള്ളത്. അപ്പോൾ നമ്മളൊന്നിച്ചുള്ള 2 വണ്ടിക്കാർക്ക് വഴി തെറ്റിട്ട് വേറെ എവിടെയോ പോയാണ്. അപ്പോൾ അവരെ എങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉണ്ട്. അവിടെ ഒരു വണ്ടി അവിടെ ഒരു വണ്ടി 2 വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അരുണ് അങ്ങ് റോഡിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വഴി തെറ്റിട്ട് വേറെ എവിടെയോ പോയി. അവരങ്ങോട്ട് പോയിട്ട് നോക്കാണ്ട് ഒന്നേ പോയി അല്ലേ അറിയില്ല. അവരെവിടെയോ അറിയാണ്ട് വഴി നോക്കിയിട്ടില്ല. അവർ മാപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ഒറ്റ പോക്കാണ് പോയത്. എന്നാൽ ഫോൺ വിളിച്ചിട്ടാണ് അവർ ഫോൺ എടുത്തത്. ഒരു റിട്ടേൺ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ റോഡ് സൈഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പണി കിട്ടി കേസ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് വേറെ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ സമയം 1 മണിയായി. നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് എത്തുകയും വേണം. അപ്പോൾ ഇവിടെ ഇനിയും കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. കണ്ടിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരുണ് ഇവിടെ റോഡ് സൈഡ് ഇവിടെ ഉണ്ട്. എന്ത് അപ്പോൾ അവർ അരുണ് പറയുന്നത് വെച്ചാൽ അവർ വരട്ടെ നമുക്ക് പോകാമെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ടേ പോകാം. അവർ മാപ്പിട്ടിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവർ വരുമല്ലോ അവർ മാപ്പിട്ട് വരും എന്ന് പറഞ്ഞു അരുണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവർ മാപ്പിട്ടിട്ട് വരും. നമുക്ക് അങ്ങോട്ടേക്ക് തിരിക്കാം. നമ്മളങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ പോവാം. നമ്മളങ്ങനെ താഴെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ്. കുന്ന് കയറിയിട്ട് ഒരു വകയായി. നേരെ ലേക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ നമ്മൾ പാർക്കിംഗ് വെച്ചിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൽ കുറച്ച് നടക്കണം. ബൈക്കിലൊക്കെ നടക്കണം. ഇതുവഴി അപ്പോൾ നമ്മൾ നടക്കുന്നതാണ്. എല്ലാവരും വരുന്നുണ്ട് പിറകിലായിട്ട്. ഇവിടെ പോകുന്ന വഴിയിൽ സ്നാക്സിൻ്റെ എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകൾ, നെല്ലിക്ക, മാങ്ങ, ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. കുൽക്കി സർബത്ത്, വയനാടൻ കുൽക്കി സർബത്ത്. വയനാടൻ കുൽക്കി സർബത്ത് എങ്ങനത്തെ സർബത്തെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞായിരിക്കും. ഇവിടെ ഒരുപാട് ചെടികൾ, ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെടികൾ പൂച്ചെടികളൊക്കെ. അപ്പോൾ ചുറ്റുവട്ടം ഇവിടെ ഉണ്ട്. വൈശാഖ അവിടെ ഉണ്ട്. ബാക്കിയുള്ളവരാരും എത്തിയിട്ടില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ അവർ വന്നുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നില്ല. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ലേക്കിലൊക്കെ നടന്നുകൊണ്ടുണ്ട് കേസ്. അപ്പോൾ ഒരുപാട് ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. അവിടെ വണ്ടി പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ വണ്ടി വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് കുറേ പേര് നടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അരുണുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. ഇവിടുന്ന് നമ്മളിനിപ്പോൾ അടുത്ത് പോകുന്ന സ്ഥലങ്ങൾ, വേറെ സ്ഥലങ്ങൾ നോക്കണം. അവിടെ എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ കയറണം. ഒരു തേനുണ്ട വെട്ടി ഗൈസ്. അപ്പോൾ ഇതൊന്നും തിന്നാം, കഴിക്കാമല്ല നമുക്ക്. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇവിടെ എൻട്രൻസ് ആണ്. എൻട്രൻസിലേക്ക് ടിക്കറ്റ് എടുക്കാനാണ് അവർ പറയുന്നത്. ഇവിടെ കുറേ കറങ്ങന്മാരുണ്ട്. കുറേ കറങ്ങന്മാർ അങ്ങോട്ട് പോകുന്നു. ഇവിടെ ടിക്കറ്റ് എടുക്കണം. നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഉള്ളിലോട്ട് പോകേണ്ടത്. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറിയിട്ട് നമുക്ക് ബാക്കി കാണാം.
ടിക്കറ്റ് ഒന്നിച്ചെടുക്കുമോ? ഓക്കെ, അപ്പോൾ ആരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ കാത്തിക്കുന്നതാണ്. ടിക്കറ്റ് കിട്ടി ഗൈസ്, നമ്മൾ ഉള്ളിൽ കയറാണ്. ടിക്കറ്റ് കിട്ടി. ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. മുംബൈ ഒന്നായിട്ട് കാണാം. ഒരുപാട് ആൾക്കാരുടെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. കാണാനൊക്കെ ഉണ്ടോ അല്ല വെറുതെ നടക്കാനുള്ള സമയമാണെന്നുള്ള നമുക്കറിയാം. എന്നാലും വെറുതെ ആവില്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ആദ്യമായിട്ട് വരികയാണ് ഇവിടത്തേക്ക്. ഇതുവരെ വന്നിട്ടില്ല, കേട്ടതേ ഉള്ളൂ. സ്ഥലങ്ങൾ കാര്യങ്ങൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സമയം പോകും. ചിൽഡ്രൻസ് പാർക്കുണ്ട്. പിന്നെ ഇവിടെ കുറേ ചിൽഡ്രൻസ് പാർക്കുണ്ട്. താഴെയൊക്കെ ഊഞ്ഞാൽ എല്ലാം ഉണ്ട്. അതായത് കുട്ടികൾക്കുള്ള സംഭവങ്ങളാണ് ചിൽഡ്രൻസ് പാർക്ക്. അതങ്ങനെ ചിൽഡ്രൻസ് പാർക്കെല്ലാം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമല്ലേ. അതുകൊണ്ടല്ലേ ഇതിന് ചിൽഡ്രൻസ് പാർക്കിൻ്റെ പേര് വന്നല്ലേ. ശരിയാണ്. പക്ഷേ അവിടെ നമുക്ക് അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും അവിടെ? അതൊന്നും പ്രശ്നമില്ല. അതല്ല, നമ്മളൊരു കുട്ടിയാണ്. അരുൺ പറയുന്നത് നമ്മളും കൂടി കുട്ടികളായതുകൊണ്ട് നമുക്കും കൂടി അതിൽ കളിക്കാമെന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ 18 വയസ്സായിരുന്നു. അരുണിപ്പോൾ 18 വയസ്സായതേ ഉള്ളൂ. പിന്നെ ജനിച്ച പ്രകാരം മോന് 10-32 വയസ്സായി. പക്ഷേ ഓൻ്റെ മനസ്സ് പ്രകാരം ഒരു 18 ആയതേ ഉള്ളൂ പറയുന്നുള്ളത്. അടുത്ത ബോട്ടിങ് എങ്ങനെയാണ്? പ്രത്യേകം ടിക്കറ്റ് എടുക്കണം ബോട്ടിങ്ങിന്? എടുക്കണം അല്ലേ? പ്രത്യേകം ടിക്കറ്റ്, ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കണം. ബോട്ടിങ്ങിന് നമ്മൾ പോകുന്നുണ്ടല്ലോ, ഇവിടെ വരെ വന്നിട്ട് ബോട്ടിങ് കൂടി നമുക്ക് കണ്ടിട്ട് പോവാം. ലേക്കാണ്. സൈക്ലിംഗ് ടൈം ഉണ്ട്. സൈക്ലിംഗ് 9 AM to 5 PM സൈക്ലിംഗ് ആണ്. പിന്നെ നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരും. അപ്പം നീ കണ്ണാടി നോക്കിയിട്ടില്ലേ ഇതുവരെ? ഇതാണ് ലേക്ക്, പൂക്കോട്ട് ലേക്ക്. ഇതാണ് പൂക്കോട്ട് ലേക്ക്. ഇതാണ് ഇവിടെയാണ് പൂക്കോട്ട് ലേക്ക്. അപ്പോൾ ഇതാണ് തടാകം. ഒരുപാട് ആൾക്കാർ ഇവിടെ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളങ്ങനെ ബോട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. പെർ പേഴ്സൺ 100 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ 4 പേര് ഇപ്പോൾ പോകുന്നുണ്ട്. ബാക്കിയുള്ളവർ അവിടെ എന്തോ വേറെ കാര്യങ്ങളായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 4 പേര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കേസ് നമ്മളിത് തുഴഞ്ഞു പോകുന്ന എടാ, ഇതിൻ്റെ പേരെന്താ? ഇതാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിൻ്റെ പേര് പഠിക്കാൻ കുറച്ച് പണിയുണ്ട് കേസ്. അപ്പോൾ നമ്മളിത് പോകുന്നുണ്ട്. തോണി എടുത്തിട്ട് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ടിക്കറ്റ് റെഡിയാണ്. നമ്മളെല്ലാവരും ജാക്കറ്റിലിട്ടു. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ജാക്കറ്റിലോട്ട്? സെറ്റല്ലേ? ഒരു ഫോട്ടോ എടുത്തോ. ഒരു ഫോട്ടോ ഇങ്ങോട്ട് അസല്ല. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആയിട്ട് ഒന്നുകൂടെ പിന്നെ ഫോട്ടോ എല്ലാം എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇതിൽ കയറി അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ക്യാമറ കയ്യിൽ പിടിക്കാൻ കഴിയാം ഗൈസ്. കിട്ടിച്ചോ? എന്നെ കിട്ടിച്ചോ? കുറച്ചങ്ങോട്ടൊന്ന് ഏട്ടാ എടുത്ത് പോവാം അല്ലേ? വെള്ളത്തിലേക്ക് ഇറങ്ങണം. എവിടെ നീ എന്നെ വെച്ച് കയറുതാ? പരുണ് ഞാനും ഒന്നിൽ കയറും. നീ മുമ്പിൽ കയറുന്ന പറകിൽ കയറുന്ന? നീ മുന്നിലിരുന്നു, പുറകിലിരുന്ന് എനിക്ക് വ്യൂ കിട്ടും. ഇതിന്റെ മുൻപ് വശം ഏതാണ്? അതാണ് ഇതാണോ കണ്ടത്? ഓ അങ്ങനെ മുമ്പിൽ ഇരുന്നു. അങ്ങനെ മുമ്പിൽ കയറിയിരുന്നു. ഇപ്പോൾ നമ്മൾ തുഴഞ്ഞ് പോകും. സൈഡിലേക്ക് പോകണ്ട കേട്ടോ. പാല് നേരെ വെള്ളത്തിലേക്ക് ഇട്ടോ. ഓക്കെ. അങ്ങനെയുണ്ടോ? ഇതിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അങ്ങോട്ട് തുഴയുണ്ട്. അരുണേ ഇത് തിരിക്കാരുടെ ആ
പോകുന്നുണ്ട് ഗൈസ്, പോകുന്നുണ്ട്. സെറ്റായി പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മൾ തുഴഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് മൊത്തം പായലാണ്. നടുവിലേക്ക് പോകാം നമുക്ക്. എങ്ങോട്ടേക്ക്? അടിപൊളി സംഭവം. ഒളിച്ച് നമ്മളെ രണ്ടുപേരും അങ്ങോട്ട് ഇരുത്തിട്ട് അടിപൊളി. സ്പീഡ് കൂടി. അപ്പോൾ അടിപൊളി സംഭവം. ഇതൊന്നും ഒന്നൊന്നര സംഭവം. അരുണേ സെൽഫി എടുത്ത്, അരുണേ നടുന്ന് എടുക്കാം സെൽഫി. അങ്ങോട്ടേക്ക് കൈയുടെ മസിലൊക്കെ കയറി. ഈ തടാകം എന്ന് വെച്ചാൽ ഇതിന് ഒഴുക്കുണ്ടാവില്ല അരുണേ? ഈ തടാകത്തിന് ഒഴുക്കില്ല അല്ലേ? ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലേ? ഇവർ ഭയങ്കര സ്പീഡാണ്. നമ്മൾ തുഴഞ്ഞ് പോകുന്നില്ല. ഇവർ ഒടുക്കത്തെ സ്പീഡാണ്. അരുണ് ക്ഷീണിച്ചോളൂ തുഴഞ്ഞിട്ട്. അതല്ല, അരുണ് തുഴയുന്നില്ല കേസ്. ഞാൻ ഒറ്റയ്ക്ക് തുഴഞ്ഞ് പോയിക്കൊണ്ടുണ്ട്. ഇത് പോകുന്നില്ല. അരുണെ തുഴ. നമുക്കൊരു സെൽഫി എടുക്കാം കേസ്. സെൽഫി അരുണ, ഒരു സെൽഫി. ഓക്കെ അരുണ. അങ്ങനെ ഞാനായിരുന്നു കൂടി ഒരു സെൽഫി എടുത്ത് സെറ്റായി. അത് പോവാ തോഴി. അടിച്ചു പോയിടാ. ഗായ്സ്, അങ്ങനെ അടിപൊളി തോന്നിയപ്പോൾ നമ്മൾ ഈ പൂക്കോട്ട് ലേക്കിൻ്റെ ഏറ്റവും സെൻറ്ററിലേക്ക് എത്തി. സെൻറ്ററുണ്ട്. ഹെൽമറ്റ് ഊരിയിട്ടൊന്ന് എല്ലാവരെയും കാണിക്കാം. അങ്ങനെ കണ്ടാ ലേക്കിലിങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു കിടക്കുന്നത്. അതിനോടൊന്ന് പറഞ്ഞടാ, എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ അനുഭവം. ആദ്യമായിട്ട് ഞാൻ തോയാന്ന് പോകുന്നത്. മുമ്പ് മറ്റേ ചവിട്ടുന്നത് മാത്രമേ ചവിട്ടിയിട്ടില്ല. ഇപ്പൊ നല്ല സുഖമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ കയറിയത് പക്ഷെ ഇപ്പൊ ഭയങ്കര കയ്യെല്ലാം വേണ്ടി കയ്യിലെ ദൈവേ. അരുണ് പറയുന്ന വെച്ചാൽ അരുണ് തുഴഞ്ഞ് കൈയുടെ ഇത് ടയർഡായി എന്നാ പറഞ്ഞത്. കൈ മൊത്തം ക്ഷീണിച്ചതാ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ രണ്ടുപേരും അങ്ങോട്ട് അവിടെ നമ്മളെ ടീംസ് രണ്ടുപേരും അങ്ങോട്ട് അവിടെ ഉണ്ട്. ബാക്കി കുറേ ടീംസൊക്കെ ഉണ്ട് അപ്പുറപ്പുറമൊക്കെ ആയിട്ട്. അപ്പോൾ തുഴയാം, നമുക്ക് വീണ്ടും തുഴഞ്ഞ് പോവാം. എവിടം വരെ എത്തും നോക്കാം. എടാ പിടിയില്ല, നമ്മൾ ഒന്നിച്ചൊരു പോകാലോ. അക്ക് തുഴയാൻ മടിയാ. മറിച്ചണ്ടാ മറിവിടാ. അടിപൊളി. പോട്ടെ. ആ കയറ് പിടിച്ചാ അങ്ങനെ അവര് വീണ്ടും പോയി. അങ്ങനെ ഇതാ ഇവിടെ ഒരു കടൽക്കാക്ക. പിടി കടൽക്കാക്കയെ പിടി. കടൽക്കാക്ക. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു തുഴയാൻ വേണ്ടി. തുഴയാനറിയാത്ത ഞാനും അരുണും. എനിക്ക് തുഴയാനറിയില്ല അരുണെ. അങ്ങനെ തുഴഞ്ഞ് അവസാനം എങ്ങനെയോ നമ്മൾ കരക്കൊക്കെ പോയിക്കൊണ്ടുണ്ട്. എത്തി. ഇത് വേറെ ഈ ഭാഗത്ത് തുഴയിടാ അങ്ങോട്ട് പോകേണ്ടത്. എടാ ഈ ഭാഗത്ത് തുഴി. ബാക്ക് പോയിടാ. ഇപ്പം ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശത്തിൽ പോയി.
ബാക്ക് आणि वाचवा അടുപ്പിക്കാൻ പറ്റുന്നില്ലടാ കരക്കടുക്കുന്നില്ല അരുണ കരക്കടുപ്പിക്കണം മതി അങ്ങനെ ഒരുപാട് നേരത്തെ ഇത് നമ്മൾ വട്ടം കറങ്ങി കരക്കെടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് വട്ടം കറങ്ങിപ്പോയി ഇനിയിപ്പോൾ നേരെ കരക്കേക്ക് അടുക്കുമെന്ന് നോക്കാം നമുക്ക് അടുത്തു ഇല്ലെങ്കിലും ഇല്ല അങ്ങനെ പോകുന്നുണ്ട് കരക്കടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ആകട്ടെ ഇപ്പോൾ കരക്കെടുത്തു അല്ലേ ഓക്കെ അങ്ങനെ ഇറങ്ങി ഒരു വക കരക്കടുത്ത് പോയി അവിടെ അവർ അങ്ങോട്ട് അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ കരക്കെടുത്തു അവിടെ അങ്ങനെ അതിനാരുള്ളേ തോയാനറിയാത്ത രണ്ടാൾക്കാർ ഒരു അവസരം ഇങ്ങനെ കരക്കെടുത്ത് ഓക്കെ അപ്പം ഇപ്പോൾ നമുക്ക് ഇതെല്ലാം മാറിയിട്ട് ജാക്കറ്റെല്ലാം മാറിയിട്ട് കാണാം ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞു തോണി തൊടൽ കഴിഞ്ഞിട്ട് അപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലങ്ങൾ ഇവിടത്തേക്കെങ്കിലും പോകും ഇവിടെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നിച്ചുള്ളവർ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് കൂട്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് എടാ എന്ത് രസമാണ് തോണി തൊടൽ വജ്ജ സൂപ്പർ ഉണ്ടായി ഇത് പോകുന്നില്ല അടിപൊളിയായിട്ടുണ്ടായി അടിപൊളി വാരി 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 പോയി ദൂരെ ദൂരെ വാരി വാരി പോയി ദൂരെ 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 പോയി വാരി വാരി ദൂരെ ദൂരെ പോയി